നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് ആരിനും ഇത്രയും പെട്ടു നിൽക്കുവാണ്. ലോറി സ്റ്റാർട്ട് ആവുന്നില്ല. കൃത്യസമയത്ത് എക്സാം ഹാളില് റിപ്പോർട്ട് ചെയ്യണം. അരമണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യണ്ട. ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ PSC എക്സാമിന്റെ കാര്യമല്ലേ, പിന്നെ ആ പരിസരത്തേക്ക് പോലും അടുപ്പിക്കില്ല. അതിന്റെ ഒരു ടെൻഷൻ ആരിനും മിത്രയ്ക്കും ഉണ്ടായിരുന്നു. മിത്ര പറഞ്ഞ ആര്യ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, ഒരു വണ്ടി പോലും വരുന്നില്ലോ ആ വഴി. ഏതിലും ഓട്ടോറിക്ഷ വരുവാണെങ്കിൽ ഓട്ടോറിക്ഷ കൈ കാണിച്ച് നിർത്തി അതേ കയറി പോവായിരുന്നു എന്നൊരു ചിന്തയായിരുന്നു അവരുടെ രണ്ടുപേരുടെ മനസ്സിൽ. ആര്യം പറഞ്ഞു ബാ നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് മിത്രയുടെ കൈ പിടിച്ചങ്ങ് നടക്കുവാണ്. ഇത്തിരി ദൂരം നടന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഓട്ടോറിക്ഷ വന്നു. പിന്നീട് ഓട്ടോറിക്ഷക്കാരണ്ട് പറഞ്ഞു അതെ ഞങ്ങളെ അവിടം വരെ നിറക്കാവോ എന്ന് ചോദിക്കണം. കയറിക്കോളാൻ പറഞ്ഞു. കുറച്ച് ദൂരം വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഫുൾ ബ്ലോക്ക്. അയ്യോ ബ്ലോക്കാണല്ലോ, കാരണം ബ്ലോക്കിൽ പെട്ടുപോയി. ഇനിയിപ്പം പെട്ടെന്നൊന്നും അങ്ങോട്ടേക്ക് എത്തത്തില്ല, കുറെ സമയം പിടിക്കും. ആ സമയത്ത് എക്സാമിന്റെ സമയം തുടങ്ങിയിട്ടുണ്ട്, പിന്നെ തീർന്നു. അപ്പോഴേക്കും മിത്ര പറഞ്ഞു ആരും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി നടക്കാന്ന് പറയാണ്. നടക്കാനോ? അതെ നടക്കും ഓടും എന്തെങ്കിലും ചെയ്യാം, എൻ്റെ കൂടെ ഒന്ന് വാ ആര്യാന്ന് പറയാണ്. ഇനി എക്സാം തുടങ്ങാൻ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ റിപ്പോർട്ട് ചെയ്യാനായിട്ട്. ഒടുവില്ല അവര് പൈസയും കൊടുത്തിട്ട് അവരവിടുന്ന് ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി അവർ ഓടുവാണ്. കുറെ ദൂരം അങ്ങോട്ട് ഓടി വന്നു. ഈ സമയത്ത് മിത്രയ്ക്ക് കാലൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ മിത്ര അതൊന്നും നോക്കുന്നില്ല. മിത്രയുടെ മനസ്സിലെ ഒരേ ഒരു ലക്ഷ്യം മാത്രം, എക്സാമിന് റിപ്പോർട്ട് ചെയ്യേണ്ട സമയത്തിന് മുമ്പ് അവിടെ എത്തണം. കഴക്കൂട്ടത്താണ് എക്സാം, അവിടം വരെ എത്തണം. ഈ സമയത്ത് ആരിനും പുറകെ തന്നെ വെച്ച് പിടിക്കുന്നുണ്ട്. ഈ എക്സസൈസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് മിത്രയ്ക്ക് ഓട്ടം ഒന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. ആരും പിന്നാലെ എത്തുന്നുള്ളൂ. പക്ഷെ മിത്രയാണ് ഫ്രണ്ടിൽ ഓടുവാണ്. ആ സമയത്താണ് ഒരു വ്ളോഗ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി ഇത് അവരുടെ ശ്രദ്ധയപ്പെടുന്നത്. ഒരു ചെക്കനും പെണ്ണും കൂടെ ഓടി വരുന്നു. പെട്ടെന്ന് എന്ത് ചെയ്യുവാണ്, അവര് മിത്രയെ തടഞ്ഞു നിർത്താൻ നോക്കി. പക്ഷെ മിത്രയൊന്നും മൈൻഡ് ചെയ്തില്ല. മിത്ര എന്ത് ചെയ്യാണ്, പെട്ടെന്ന് മുന്നോട്ട് പാസ് ചെയ്ത് പോയി. അപ്പോഴേക്കും ആരിനെ പിടിച്ചു നിർത്തി ചോദിച്ചു അല്ല നിങ്ങളിത് എങ്ങോട്ടാ ഓടുന്നത്, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ്. ആരിന് അവിടെ നിന്ന് വിസ്തീരിക്കാൻ തുടങ്ങുമ്പോഴത്തേനും മിത്ര വിളിച്ചു ഇത് ആര്യ ഒന്ന് പെട്ടെന്ന് വരുന്നുണ്ടോ, സമയം പോവാന്ന് പറയണ. പിന്നെ ആരിനും മിത്രയുടെ പിന്നാലെ ഓടുക. ആ സമയത്ത് ആ പെൺകുട്ടിയാണെങ്കിൽ ആ സെൽഫി സ്റ്റിക്കും പിടിച്ച് ഇവരുടെ പിന്നാലെ പോവാണ്. ഇവരെങ്ങോട്ടാ ഓടുന്നത് എന്താന്നൊക്കെ അറിയണമല്ലോ, അതിനു വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് അവരും. പക്ഷെ മിത്രയോ ആരിനും അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവർക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, എക്സാം എത്രയും പെട്ടെന്ന് തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്യണം. ഇതേ സമയം ശ്രീദേവി റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നു. അപ്പൊ അന്ന് ശ്രീദേവി വഴക്കിട്ടു. പതിവിലും താമസിച്ചാണ് ശ്രീദേവി ചെന്നത്. കാരണം ശ്രീദേവിക്ക് നേരത്തെ ഇറങ്ങി ചെല്ലാൻ പറ്റില്ല. നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ചോദ്യം വരും, IT കമ്പനിയിലേക്ക് നേരം വെളുക്കുന്നതിന് മുമ്പ് എന്തിനാന്ന്. അതുകൊണ്ട് ശ്രീദേവിക്ക് നേരത്തെ ചെല്ലാൻ പറ്റാത്തതുകൊണ്ട് മാനേജർ മിക്ക ദിവസം തന്നെ ശ്രീദേവിനെ വഴക്ക് പറയും. ശ്രീദേവി നേരത്തെ വരണമെന്ന്, ഇന്ന് വരാം നാളെ വരാന്നൊക്കെ ശ്രീദേവി പറയും. പക്ഷെ ശ്രീദേവി ഓരോ പ്രാരാബ്ദങ്ങളൊക്കെ പറഞ്ഞ് ഓരോ ദിവസം ഇങ്ങനെ തള്ളി നീക്കുമായിരുന്നു. അങ്ങനെ അന്ന് പതിവില് പോലെ ഇന്ന് ശ്രീദേവി ചെന്നു. മാനേജർ ചീത്ത പറഞ്ഞപ്പോൾ ശ്രീദേവി അന്ന് മൈൻഡ് ആക്കിയില്ല, അല്ലെങ്കിലും കേൾക്കണമല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ശ്രീദേവി കസ്റ്റമറുടെ അടുത്തേക്ക് വന്നു. അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഓർഡറൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യം ഒന്ന് രണ്ട് പേര് ഓർഡറൊക്കെ എടുത്ത് പിന്നെ ഒന്ന് രണ്ട് ചെറുപ്പക്കാർ വന്നിരുന്നു. അവരുടെ അടുത്തേക്ക് ശ്രീദേവി വന്നു. ശ്രീദേവി എന്നിട്ട് എന്താ കഴിക്കാൻ വേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവർ ഓർഡർ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീദേവി അവർക്ക് കുടിക്കാൻ വെള്ളം ഒഴിക്കുക. പക്ഷെ കഷ്ടകാലം എന്ന് പറയാനായിട്ട് ശ്രീദേവി വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരാളുടെ ദേഹത്തേക്ക് വെള്ളം വീണു. പെട്ടെന്ന് അവനിങ്ങ് ചാടി എഴുന്നേറ്റു. ചാടി എഴുന്നേറ്റ് ശ്രീദേവിയോട് ദേഷ്യപ്പെട്ടു. ഇങ്ങനെയാണോ നിങ്ങൾ മര്യാദ കാണിക്കുന്നേ? റെസ്റ്റോറൻറ്റിൽ വരുന്ന ആൾക്കാരുടെ ദേഹത്ത് വെള്ളം ഒഴിച്ചാണോ? ഇത് എവിടുത്തെ മര്യാദ എന്നൊക്കെ ചോദിച്ചു ദേഷ്യപ്പെട്ടതിന് മാനേജർ അങ്ങോട്ട് ഓടി വന്നു. എന്താ പ്രശ്നം സാറേന്ന് ചോദിക്കാം. ഇവരെ പോലുള്ള സ്റ്റാഫിനെയൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന്മാർ പോലും കടയിൽ കയറില്ല. ഇവർക്ക് പെരുമാറേണ്ട എങ്ങനെയാണെന്ന് അറിയത്തില്ല. ആദ്യം നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ അറിയാവുന്നവരെയൊക്കെ കൊണ്ട് നിർത്താൻ നോക്ക്. ക്ലാസ്സിനകത്ത് വെള്ളം ഒഴിക്കുന്നതിന് പകരം അവരെന്റെ ദേഹത്തേക്കാ വെള്ളം ഒഴിച്ചേ. പാടാ നമുക്ക് ഇവിടെ നിൽക്കേണ്ട പോവാന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരെ വിളിച്ചോണ്ട് അങ്ങോട്ട് ഇറങ്ങണം. അപ്പോഴേക്കും മാനേജർ സോറി സാർ സോറി, അത് അറിയാതെ പറ്റിപ്പോയതാ, പിന്നെ അറിയാതെ പറ്റിപ്പോയതാണ് പോലും, എന്താ അവർക്ക് കണ്ണ് കണ്ടുകൂടെ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ടു. ശ്രീദേവിക്ക് നല്ല ടെൻഷനായി. പോരെ പൂരം. അങ്ങനെ അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി എടുത്തിട്ട് കൊടയാണ്. നിങ്ങളിത് എവിടെ നോക്കിയത്? നിങ്ങൾക്ക് എന്നെ മുഖത്ത് കണ്ണില്ലേ? അല്ലെങ്കിലും വന്നപ്പം മുതലേ ശ്രദ്ധിക്കുന്നു. നിങ്ങൾക്ക് നോക്കിയും കണ്ണും ചെയ്തുകൂടെ? ഇപ്പൊ തന്നെ കണ്ടില്ലേ 2-3 കസ്റ്റമേഴ്സ് ഇറങ്ങിപ്പോയത്. നിങ്ങളിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഹോട്ടലിൽ എന്നെ പൂട്ടിക്കൂലോ. നിങ്ങൾക്ക് മുമ്പേ വന്ന് ഇവിടെ ആൾക്കാരുണ്ട്, അവരൊക്കെ നല്ല വൃത്തിക്കും വെടിപ്പിനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ. പിന്നെ നിങ്ങൾക്ക് എന്താ? പിന്നെ വീട്ടിലെ പ്രാരാബ്ദമൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഇവിടെ ജോലി തന്ന പോലും. അതിപ്പോ എനിക്ക് വിനയായെന്ന് തോന്നുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് നോക്കിയും കണ്ടും ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഈ റെസ്റ്റോറൻറ്റ് നിന്നാ മതി. അല്ലെങ്കിൽ നിങ്ങൾ പൊയ്ക്കോ, നിങ്ങളുടെ സേവനം ഇവിടെ ആവശ്യമില്ല. പാവാണല്ലോ,
വീട്ടിലെ ബുദ്ധിമുട്ടാണല്ലോ. അമ്മയ്ക്കും അച്ഛനൊക്കെ വയ്യാത്താണല്ലോ എന്ന് കരുതി ഓരോന്നിനെയൊക്കെ പിടിച്ചു കയറ്റും. അവസാനം കയറി കഴിയുമ്പോൾ അവൾമാരുടെയൊക്കെ ഒരു അഹങ്കാരം എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്ത പറഞ്ഞിട്ട് എല്ലാം കൂടെ പോയി. ശ്രീദേവി സങ്കടപ്പെട്ട് അകത്തേക്ക് കയറി പോയി. കാരണം ബാക്കിയുള്ളവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ശ്രീദേവിക്ക് ശരിക്കും നാണക്കേട് തോന്നി. ഇതിന്റെ ആവശ്യമില്ല, പക്ഷേങ്കിൽ തനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് ഇവിടെ വന്നേ മതിയാവുള്ളൂ. അകത്തേക്ക് എന്നപ്പത്തേനും വനജ പറഞ്ഞു, മാനേജർ ചീത്ത പറഞ്ഞില്ലേ? അതെ, അയാൾ അങ്ങനെയാ. ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ദേഷ്യം വരും. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അല്ല, ശ്രീദേവിക്ക് ഇത് എന്ത് പറ്റി? ശ്രീദേവിക്ക് പറയാൻ പറ്റുമോ തൻ്റെ വീട്ടിലെ ടെൻഷനെ കുറിച്ചൊക്കെ? കാരണം താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ടെൻഷനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെക്കൻഡ് മിക്കവാറും ഇവര് തന്നെ ചീത്ത പറഞ്ഞു വിടുന്ന് ഓടിച്ചു വിടുകയുള്ളൂ. ആർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. താൻ അത്രയ്ക്ക് ചതിയെ തൻ്റെ കുടുംബത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തന്നെ പൊന്നുപോലെ നോക്കുന്ന ഭർത്താവാ. തൻ്റെ ആനന്ദനോട് പോലും താൻ ചതി ചെയ്തുകൊണ്ടിരിക്കുക. അവളുടെ സത്യങ്ങളൊക്കെ എപ്പോഴും തുറന്നു പറയണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ശ്രീദേവിക്ക് അതിന് കഴിയുന്നില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ശ്രീദേവിക്ക് ഭയങ്കര വിഷമായി. അങ്ങനെ വിഷമിച്ച് ശ്രീദേവി അകത്തിരിക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. രണ്ടുപേര് ഹോട്ടലിലേക്ക് കയറി വരുന്നു. അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീദേവി ഒന്നും ഞെട്ടി. എൻ്റെ ഭഗവാനെ, ഇത് അലോകും അനുസരയും കൂടെ അല്ലേന്ന്. അലോകും അനുസരയും എങ്ങനെ ഇതായി ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ബദ്ധശത്രുക്കളാണ് കൃഷ്ണമംഗലവും ദേവമംഗലവും. ആ സമയത്താണ് അലോകും അനുസരയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. ഒന്നും അങ്ങോട്ട് പിടിയിട്ടില്ല. ഇനി ഇവര് തമ്മിൽ അരുതാത്ത എന്തെങ്കിലും ബന്ധമുണ്ടോ? അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ശ്രീദേവിയുടെ ഉള്ള സമനിലയും കൂടെ പോയി. അപ്പോഴേക്കും വനജ വന്നിട്ട് പറഞ്ഞു, അതെ ആ ടേബിളിൽ ആള് വന്നിട്ടുണ്ട്, പോയി ഓർഡർ എടുക്കാൻ പറയണോ? അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, അതെ ഒന്ന് ചെല്ലാവോ വനജേച്ചി എന്ന് പറയാൻ. ഞാനോ? അതെ ഞാനിപ്പം ആ മറ്റേ ടേബിളിലിരിക്കുന്നവർക്ക് ഓർഡർ എടുത്ത് കൊണ്ടേ കൊടുക്കാൻ പോവാ. ചേച്ചി ഇതൊന്നും കൊണ്ടുവന്ന് മാനേജ് ചെയ്യാൻ പറയണം. ഇതേ മാനേജർ കണ്ട വഴക്ക് പറയും. പെട്ടെന്ന് ചെല്ലാൻ പറയണം. ശ്രീദേവി ആകെപ്പാടെ പെട്ടുപോയി. ശ്രീദേവിക്ക് ചെല്ലാനും പറ്റില്ല, ചെല്ലാതിരിക്കാനും പറ്റാത്ത അവസ്ഥ. ശ്രീദേവി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അവരുടെ ഓർഡർ നിങ്ങളെടുത്തോ, ഞാൻ അപ്പുറത്തെ ടേബിളിലിരിക്കുന്നവരുടെ എടുക്കാമെന്ന് പറയണം. അങ്ങനെ ശ്രീദേവി ഒരു വിധത്തിൽ അങ്ങോട്ട് തിരിഞ്ഞും മറിഞ്ഞുമായിട്ട് അപ്പുറത്തെ ടേബിളിലുള്ളവരുടെ ഓർഡർ പോയി എടുത്തു. കാരണം ആ സമയത്ത് അലോകും അനുസരയും തിരിഞ്ഞിരുന്നോണ്ട് ശ്രീദേവിയെ കണ്ടില്ല. അങ്ങനെ ശ്രീദേവി അകത്തേക്ക് വന്നു. ദൈവമേ, ഇവരെങ്ങാനും ഇനിയിപ്പോൾ തന്നെ കാണുവോ? അത് മാത്രമല്ല, ഇപ്പോഴെങ്ങാനും മാനേജർ തന്നെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർന്നു. പോവാതിരിക്കാൻ പറ്റില്ല. പോവാതിരുന്നത് തന്നെ ജോലി പോവും. പക്ഷെ ഇവരത് എന്തിനോ ഉള്ള പുറപ്പാടാന്ന് ഇങ്ങനെ നോക്കി. പിന്നീട് ശ്രീദേവി അവിടെ മാറി നിൽക്കുവാണ്. നോക്കി നിപ്പോൾ അവര് ജ്യൂസൊക്കെ ഓർഡർ ചെയ്തു. ഓറഞ്ച് ജ്യൂസൊക്കെ ഓർഡർ ചെയ്തു. അതും കുടിച്ചിങ്ങനെ ആസ്വദിച്ചിരിക്കുക. ആ സമയത്ത് അലോക് പതുക്കെ മിത്രയുടെ കൈയെടുത്ത് മിത്രയുടെ കയ്യേലൊക്കെ തൊടുന്നുണ്ടു. അതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഇവര് നോർമൽ സ്റ്റേജിലുള്ള ബന്ധമല്ല. കാരണം ഇവർ തമ്മിൽ സ്നേഹവും മറ്റുമാണ്. അല്ലെങ്കിൽ ഇത്ര അടുപ്പമൊന്നും കാണത്തില്ലോ. ദൈവമേ, ഇതെങ്ങാനും ബാലച്ചൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വലിയൊരു ഭൂകമ്പം തന്നെ ഉണ്ടാവും. അപ്പൊ ഇവളുടെ മനസ്സിൽ ഇതായിരുന്നു. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ശ്രീദേവിക്ക് നല്ല ടെൻഷൻ. ശ്രീദേവിക്ക് പിന്നെ കോൺസെൻട്രേഷനേ കിട്ടിയില്ല. അതിന് കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് അലോകും അനുസരയും കൂടെ ഇറങ്ങിപ്പോന്നെ. കാരണം അവർക്ക് സംസാരിക്കാണ്ടൊരു സ്ഥലം വേണം. അതിന് വേണ്ടിയിട്ടാണ് ജ്യൂസ് ഓടിക്കാനെന്ന് വ്യാജന അവർ അങ്ങോട്ട് കയറിയത്. ഇനി പഴയതുപോലെ റോഡിൽ നിന്ന് സംസാരിക്കാൻ പറ്റില്ല. ആരെങ്കിലും കണ്ട അത് പ്രശ്നമാവുന്നുള്ള കാര്യം നന്നായിട്ടറിയാം. അങ്ങനെ അവര് പൈസ കൊടുത്ത് പോകുന്ന സമയത്ത് ശ്രീദേവി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും വനജ വന്നിട്ട് ചോദിച്ചു, ഇതെന്താ ദേവി, നീ പിന്നെ ഇങ്ങനെ നിൽക്കുകയാണ്, അവിടെ ആൾക്കാർ വന്ന് നിൽക്കുന്ന കണ്ടില്ല എന്നൊക്കെ ചോദിച്ച് ശ്രീദേവി ചീത്ത പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, ശരി ശരി എന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം ആര്യനും മിത്രയും കൂടെ ഏകദേശം സ്കൂളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം അരമണിക്കൂർ മുമ്പ് എങ്കിലും റിപ്പോർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അരമണിക്കൂർ തന്നെ 5 മിനിറ്റ് ഉള്ളപ്പോഴത്തേനുമാണ് അവർ ഓടി അടിച്ചെത്തുന്നത്. പിന്നെ നമ്പരും കാര്യങ്ങളൊക്കെ കണ്ടെത്തണമായിരുന്നു. ഒടുവിൽ അങ്ങനെ മിത്രയ്ക്ക് എക്സാം എഴുതാനായിട്ട് പറ്റുന്നുണ്ട്. ആൻ്റെയും മിത്രയുടെയും കഷ്ടപ്പാട് ചെറുതൊന്നുമല്ല. കാരണം ഇതെല്ലാം ഇതിൻ്റെ ഒരു തന്ത്രമായിരുന്നു. ലോറി കേടാക്കിയത് പോലും ഇതിനായിരുന്നു. ഒരു കാരണവശാലും മിത്ര എക്സാം എഴുതാൻ പോലെന്ന് മിഥുന് ഒരു വാശിയുണ്ടായിരുന്നു. അത് മാത്രമല്ല, മിത്രയെ കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് മിഥുനെ കാണിച്ചു കൂട്ടിയതൊക്കെ. പക്ഷെ അതൊക്കെ ഭേദിച്ച് ഒടുവിൽ മിത്ര എക്സാം എഴുതാനായിട്ട് കയറുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഒരുപക്ഷെ ആ സമയത്ത് ഇനി ആരും പുറത്തിറക്കിയുമ്പോൾ മിഥുനെ കാണുമെന്നും അറിയത്തില്ല. ഇനി തിരിച്ചു വരുന്ന വഴി കാണുമോ? ഇനിയിപ്പോൾ അവിടുന്ന് എക്സാം എഴുതി കഴിഞ്ഞാൽ മിത്രയോട് സത്യങ്ങളൊക്കെ തുറന്നു പറയായിരിക്കും, മിഥുനെ കണ്ട കാര്യങ്ങളൊക്കെ. കാരണം അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിത്ര എക്സാം എഴുതാൻ പോലെ മിത്രയ്ക്ക് നല്ല ടെൻഷനായിരിക്കും. എക്സാം പോലും കോൺസെൻട്രേഷനോട് കൂടി എഴുതാനായിട്ട് സാധിക്കില്ല. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പുറകെ ബ്ലോഗും പിടിച്ചോണ്ട് ഒരു സെൽഫി സ്റ്റിക്കും പിടിച്ചോണ്ട് പെൺകുട്ടി പോയിട്ടുണ്ടായിരുന്നു. അവള് പണി കൊടുക്കുമെന്ന് അറിയത്തില്ല. കാരണം ആരും ഇത്രയും കൂടെ നടുറോട്ടിൽ കൂടെ ഓടുന്നേ. കല്യാണത്തിനാന്നും പറഞ്ഞ് പോയതാ രണ്ടുപേരും കൂടെ. അപ്പൊ നടുറോട്ടിൽ കൂടെ അയാളോട് ഓടുന്ന എന്താന്നൊരു ചോദ്യം വന്നാൽ അതോടുകൂടി തീർന്നു. പിന്നെ കാര്യത്തിനൊരു തീരുമാനമാകും അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ
അതൊക്കെ ഒരു വലിയ പ്രശ്നമായിരിക്കും. ഇത് ബാലൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻ അപ്പം തന്നെ മനസ്സിലാവും രണ്ടുപേരും കള്ളത്തര കാണിച്ചെന്ന്. അതിൻ്റെ പേരിൽ ഇനി അടുത്ത പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.